നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടേക്ക്. എടാ ഇങ്ങനെ ഫോർമൽ ആയിട്ട് പറയാം, നമ്മുടെ ചാനൽ മൊത്തം മാറി. Go for auto sequence start. Organizing behind your line, up and get underlines. 15. നമസ്കാരം, മലയാളം ടെക്കിന്റെ മറ്റൊരു ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നത്തിങ്ങിന്റെ 2 ഫോണാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പുതുതായിട്ട് മാർക്കറ്റിൽ വന്ന നത്തിങ് 3Aയും 3A പ്രോയും. അപ്പൊ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ ഞാൻ ഈ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. തോന്നിയതൊക്കെ പറഞ്ഞു. വഴക്കുണ്ടാക്കാതെ എനിക്ക് ഈ സാധനം ഇഷ്ടം. പിക്സൽ പോലത്തെ ഡിസൈനും നേരത്തെ മറ്റേ 2 ആണെങ്കിൽ ഈ ആംഗ്രി ബേർഡ്സിലെ മറ്റേ ആ പന്നിയില്ലേ, പന്നിയുടെ മൂക്ക് പോലെ ഇരുന്നു. അതിന് വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ 2 ഡിസൈൻ ലാംഗ്വേജിന് വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിക്സൽ പോലെ അല്ല. അതായത് നമ്മൾ ടേബിളിൽ വെക്കുമ്പോഴാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നത്. നമ്മൾ എവിടെ തൊട്ടാലും കുലുങ്ങത്തില്ല. ഇത് കണ്ടോ, അതാണ് അതിന്റെ ഒരു വിഷയം. പ്രോ ഫോണിന്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പോ മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ മറ്റേ ഈ എല്ലാ ഒരു 15 ബഡ്ജറ്റിന് മുകളിലുള്ള ഫോണല്ലാതെ ഇങ്ങനെ ഒരു മറ്റേ റിയൽമിയുടെ ഫോൺസ് ഒക്കെ അല്ലേ, എല്ലാത്തിനും റിയൽമി ആയാലും വിവോ ആയാലും ദോശക്കല്ല് മറ്റേ അത്തപ്പൂക്കളം പോലത്തെ ഡിസൈൻ ഇങ്ങനെ പുറകിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല. എന്നാ ഒന്ന് അടുക്കി പെറുക്കി വെക്കുവാണ്. ഇത് കണ്ടോ അവിടെ അത് ഈ ബുദ്ധിയില്ലാത്തവരൊക്കെ അങ്ങനെ പലതും പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഇതാ. അതിന് റീസൺ ഉണ്ട്. ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഫോണിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് 5 മിനിറ്റ് നോക്കണം. എന്തിന് തല്ലി പൊട്ടിക്കാനാ തോന്നുന്നത്. ഇവിടെ പുതിയൊരു ഫീച്ചർ, ആക്ഷൻ ബട്ടൺ പോലത്തെ ഒരു ബട്ടൺ. സംഭവം എന്ന് വെച്ചാൽ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് വിത്ത് വോയിസ് കണ്ട അങ്ങനെ പോകുന്നത്. ഈ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ തന്നെ ഒരു എസെൻഷ്യൽ ആപ്പ് എന്ന് ഒരു സാധനം ഉണ്ട്, അതിലേക്ക് ഇടും, ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുക, ആ സാധനം തരും. മറ്റേ നോട്ട് പോലത്തെ സേവ് ചെയ്യും. ഒരു കാര്യമില്ല. പവർ ബട്ടൺ എപ്പോഴും ഓർക്കാൻ. ഞാൻ അതെ ഈ സാധനം ഞാൻ ഇപ്പൊ ഏകദേശം 3 ദിവസമായാണ് ഞാൻ ഉപയോഗിക്കുന്നത് പ്രൈമറി ആയിട്ട്. ഞാൻ ഈ സാധനം ലോക്ക് ചെയ്യുന്ന സമയത്ത് അറിയാണ്ട് ഈ ബട്ടൺ നിൽക്കി പോകും. അത് മാത്രമല്ല, എനിക്ക് ഈ പവർ ബട്ടന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വോളിയം ബട്ടൺ വരുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. അതായത് റെഡ്മിയുടെ ഫോൺസിനകത്തും നത്തിങ്ങിന്റെ ഫോണിനകത്തും ഈ ഐഫോണിനകത്തും വരുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ഈ പവർ ബട്ടന്റെ കൂടെ തന്നെ വോളിയം ബട്ടനോട് നിൽക്കും ഒരുമിച്ച്. അപ്പൊ സ്ക്രീൻഷോട്ട് ആയി പോകും. പക്ഷെ പിക്സലിനകത്തും സാംസങ്ങിനകത്തും പവർ ബട്ടന്റെ തൊട്ട് മേളത്തിനാണ് വോളിയം ഫോക്കസ് വരുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്മാർക്ക് ഈ ആക്ഷൻ ബട്ടന്റെ ഒരു കാര്യമില്ല. ഈ പവർ ബട്ടൺ ഇതിന്റെ മുകളിൽ ഇവിടെ കൊണ്ടുവച്ചോടെ ഐഫോൺ പോലെ. അല്ല വേണ്ട, ഇത് പവർ ബട്ടൺ തന്നെ ഈ ബട്ടൺ ആക്കാവില്ല. പവർ ഓഫ് ചെയ്യണേ രണ്ടുകൂടെ ഞെക്കണം എന്നുള്ള രീതിയിലാക്കിയാൽ പോരായിരുന്നു. ഇതിപ്പോ ഭയങ്കര കൺഫ്യൂസിംഗ് അല്ലേ. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണ്ട. ഒരു മര്യാദയൊക്കെ വേണ്ടേ ഒരു ഡിസൈൻ ചെയ്യുമ്പോ. പക്ഷെ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലെ ഡിസൈനെ പറ്റിയും പറയാനുണ്ട്. ഇത് അടിപൊളിയാ, നല്ല രസം. ഇത് 3A. ഈ ചുമല സാധനത്തിന്റെ ലോജിക്ക് എന്താ? അത് ചുമ്മാ അവരുടെ ഡിസൈൻ. ഞങ്ങള് ബേസ് വേരിയന്റ് ആണ് കാണിക്കാൻ. ഇവിടെ സിൽവർ പ്രീമിയം. അതല്ലെന്നേ, നമ്മളെ നത്തിങ് 2A കണ്ടു, വെറും 2 കണ്ടു. മണ്ണിനകത്ത് വരെ നമ്മുടെ ഈ റെഡ് കളർ നല്ലതായിരുന്നു. അത് വേണമെങ്കിൽ അവർക്ക് ഇവിടെ ആഡ് ചെയ്യാൻ. ഇത് ഫ്ലാഗ്ഷിപ്പ് സീരീസ്. അതന്നെ, ഇത് തോക്ക് തരാൻ വെടിവെക്കില്ലെന്നൊക്കെ പറയുന്ന പോലെ. ഇതിന്റെ വില നിങ്ങൾക്ക് കണ്ടിട്ട് ഇപ്പൊ എത്ര രൂപ? ലോഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ വില ഏകദേശം വരാൻ പോകുന്ന ഒരു 20-30 റേഞ്ച് ഒക്കെ ആയിരിക്കും. ഇതിനെങ്ങനെ ഏകദേശം 20-25. ഈ പെരിസ്കോപ്പ് ക്യാമറ വെക്കേണ്ട ഒരു കാര്യവും ഇല്ല. മറ്റേത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി ഒരു കാര്യമില്ല. അത് കുഞ്ഞാവല്ലേ പഠിച്ചു വരുന്നുള്ളൂ. പിന്നെ ഈ സാധനം ഇപ്പൊ ഞാൻ നിന്റെ ക്യാമറ സാമ്പിൾ കാണിച്ചു തരാം. കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഡിജിറ്റൽ സൂം പോലെയാ തോന്നുന്നത്. ഭയങ്കര ആർട്ടിഫാക്ട്സ് ഒക്കെ മീൻസ് നമ്മള് പെരിസ്കോപ്പ് ലെൻസ് എന്ന് പറയുമ്പോ മറ്റേ ലെൻസ് ഒക്കെ അത്യാവശ്യം സെൻസറിന്റെ ആ ഒരു എത്ര സൂം ചെയ്താലും നമ്മൾ 1x എടുക്കുന്ന അതേ ക്വാളിറ്റി തന്നെ വരണം. പക്ഷെ ഇത് ഡിജിറ്റൽ സൂം പോലെയാണ് പെരിസ്കോപ്പിൽ ഇട്ടിട്ട്. ഓവർ പ്രോസസിംഗ് ആണോ? പ്രോസസ് ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും. ഇതിന് 2 പ്രൊഫൈൽ വരുന്നത്. ഇതിന് വേറെ കളേഴ്സ് ലെൻസ് മാറി. അതാ ഞാൻ പറഞ്ഞത് ഇത് കൊള്ളത്തില്ലെന്ന്. അതെനിക്ക് ഇഷ്ടമല്ല. ക്യാമറ ഫോൺ എന്ന് പറഞ്ഞിട്ട് ക്യാമറ കൊള്ളത്തില്ല. പക്ഷെ ഡിസൈനിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര പിന്നെ അത് കൊള്ളത്തില്ല. ഒരു ക്യാമറ അല്ല, പിന്നെ പിക്സൽ കാണിച്ച പോലെ ഇങ്ങനെ ഒരു വരമ്പ് നേരെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ്. ഇത് എന്നാണ് ഇത് കവർ ഇട്ടാൽ പോലും ഈ ക്യാമറ തള്ളി വെളിയിൽ നിൽക്കും. പിന്നെ അത് പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ, നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. പല ആൾക്കാർക്കും പല ഇഷ്ടങ്ങളാ.
പക്ഷെ എന്നത് പൊടി കയറി ഇരിപ്പുണ്ട് ഇതിന്റെ അടിയിൽ. സാംസങ്ങിന് അട്ടയ്ക്കാത്തിരിക്കുന്ന പോലെ. നേരത്തെ നമ്മള് മറ്റേ പബ്ലിക് റിലേഷൻ എടുക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർക്ക് ഏകദേശം ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു. അതിന് റീസൺ ഉണ്ട്, പലർക്കും ബുദ്ധിയുണ്ട്, ഒരാൾക്ക് ബുദ്ധിയില്ല. ഒരാൾ മാത്രം ഇതിൽ മറ്റേ പിക്സൽ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഫസ്റ്റ് ഫോണാണ് നത്തിങ്ങിന്റെ, മറ്റേ ലൈറ്റ് ഒക്കെ എത്തുന്ന സാധനം. അതിന്റെ പുതിയൊരു മോഡലാണ്. കണ്ടിട്ട് എന്ത് തോന്നുന്നു? പുറത്തുനിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് എന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. അല്ല, ചെറുതായിട്ട് ഇത് പിക്സലിന്റെ ഒരു ഷേപ്പ് തോന്നുന്നുണ്ട് അല്ലേ? പിക്സൽ കണ്ടിട്ടുള്ളവരോട് എനിക്ക് അവർക്ക് അതെങ്കിലും അറിയാലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു തേങ്ങ അറിയത്തില്ല. നമ്മള് പബ്ലിക് റിലേഷൻ എടുക്കാൻ പോയപ്പോ ഈ ഫോൺ ഏതാന്ന് ചോദിച്ചപ്പോ അവർക്ക് അറിയത്തില്ല, നത്തിങ് ഏതാന്ന് പറഞ്ഞപ്പോ അവർക്ക് അറിയത്തില്ല, ലൈറ്റ് കത്തുന്ന ഫോൺ എന്ന് പറഞ്ഞപ്പോ ഏകദേശം അവർക്ക് മനസ്സിലായി. കാരണം മറ്റേ ഷസാമ് പറഞ്ഞിട്ടുണ്ട്, ഷസാമ് പറഞ്ഞ ഇത് ലൈറ്റ് കത്തുന്ന. അപ്പൊ അവരാ ശരിയാ ഇതാണ് ഫോൺ. നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ടോ? നത്തിങ് എന്ന ബ്രാൻഡ് കേട്ടിട്ടുണ്ടോ? മറ്റേ ലൈറ്റ് ഒക്കെ കത്തുന്ന ഒരു ഫോൺ. ഷസാം പറഞ്ഞിട്ടില്ലേ ഇത് ലൈറ്റ് കത്തും? ആ ഫോൺ കമ്പനി, ആ ഫോൺ കമ്പനിയുടെ പുതിയൊരു ഫോണാണ്. പക്ഷെ എനിക്ക് നത്തിങ്ങിന്റെ ഡിസൈൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് ഇതുപോലെ വ്യത്യസ്തമായ സംഭവങ്ങൾ കൊണ്ടുവന്ന് വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു കാര്യമുണ്ട്. മറ്റേ ടീമായിട്ട് ടൈപ്പ് ഉണ്ട്. അതാ ആ ടീനേജ് എഞ്ചിനീയർ അവരുടെ. കാരണം പിക്സലിലെ ഈ സാധനം ഉണ്ട്, പഴയ ഫോൺസിനകത്തൊക്കെ ഈ സാധനം ഉണ്ട്. ഈ പവർ ബട്ടനും വോളിയം ഫോക്കസിനും ഒരു കോൺട്രാസ്റ്റ് കളർ കൊടുക്കുന്നത്, അതൊക്കെ തിരിച്ചു കൊണ്ടിരുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ രസമാക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഈ ഫോൺ കൈ കിട്ടിയപ്പോ മുതൽ ഇതിന്റെ ബാക്കിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്താ ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. മുക്കാൽ ഉപയോഗമൊന്നുമില്ല, പക്ഷെ എന്തായാലും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ ഫോൺസിനൊന്നും നോക്കാനൊന്നുമില്ല, ഫോൺ മേടിച്ചു ഇത്രേ ഉള്ളൂ, ബാക്കി ഉപയോഗിക്കാന്നുള്ള സംഭവം ഉള്ളൂ. പക്ഷെ വേറെ കാര്യം വെച്ചപ്പം പിള്ളേർക്ക് അത് മതി, അതുകൊണ്ടാണ് ഞാൻ അവർക്കൊന്നും വേണ്ടെന്ന് പറയുന്നത്. ഞാൻ പിള്ളേരോട് ചോദിച്ചു, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോൺ പെട്ടെന്ന് ഇവിടുന്ന് മാറുന്ന ആരാ? എല്ലാരും മുഖത്തോട് നോക്കിട്ട് അങ്ങനെ ആരും മാറാറില്ല. സത്യമായിട്ടോ. അവരുടെ അങ്ങനത്തെ ഒരു പേരൻസ് ആണ് ഫോൺ മേടിച്ചു കൊടുക്കുന്നത്. അന്നേരം ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോകും, അവിടുത്തെ സെയിൽസ്മാൻ പറഞ്ഞ ഫോൺ അങ്ങ് മേടിക്കും. അത് അല്ല ഒരാൾക്കാര്, ചില ആൾക്കാര് മീൻസ് അവരുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു സംഭവത്തിൽ അവർ ഫോൺ വാങ്ങും, അത്രേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാരുണ്ട് മീൻസ് വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കുന്ന ആള്, അവര് EMI ഇട്ട് മൈറ്റ് ഐഫോൺ വാങ്ങിക്കും. പക്ഷെ ഇപ്പൊ വിവോന്റെ ക്യാമറ ഒക്കെ അടിപൊളി. X200 ഒക്കെ എന്റെ മുന്നേ എന്ത് ക്യാമറ, അതിനുള്ളതുണ്ട്. പക്ഷെ ആ X200 ഇങ്ങനെ ക്യാമറ ആകുമ്പോ വെച്ചാൽ ഞാൻ ഒന്നും പറയത്തില്ല, കാരണം അതിനുള്ള ക്യാമറ ഉണ്ട്, അംഗീകരിക്കാം, അതിനുള്ള സാധനമുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ വന്നിട്ട് എത്ര നാളായി, ഇതിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ, കുറച്ച് സമയം കൊടുക്കാം. മൂപ്പര് OnePlus എന്നല്ലേ അങ്ങോട്ട് പോയത്. നമ്മൾ ഈ പറയുന്നതെല്ലാം മറ്റേ പ്രൈസ് വെച്ച് നോക്കണം. അതെ, ഇതിന് 45,000 രൂപയ്ക്കോ വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിങ്ങനെ വെക്കുമ്പോ മിന്നുന്ന കാണാൻ നല്ല രസമാണ്. ഇതിന് സോഫ്റ്റ്വെയർ എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്? അതിലേക്ക് ഞാൻ കടക്കാനിരിക്കുവായിരുന്നു. ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ ആദർശിന് നത്തിങ് 2A സജസ്റ്റ് ചെയ്ത് പൂര തെറി അവൻ എന്നെ എന്നും. ആ ഫോൺ അവൻ എന്റെ മുമ്പിൽ വെച്ചെടുത്താൽ എനിക്ക് പേടി അത് ഹാങ് ആവും ഇടയ്ക്ക്. എന്നിട്ട് ഹാങ് ആയ അപ്പൊ അവൻ എന്നെ ഇങ്ങനെ നോക്കും. ആ 2A ഇറങ്ങിയ സമയത്ത് ആദർശേട്ടൻ വാങ്ങിച്ചു 2 ദിവസം കണ്ടായിട്ടുള്ളൂ, 1 ലാഖ്. പക്ഷെ നത്തിങ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അവരുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഫോൺ നത്തിങ് 2A ആണ്. ഏറ്റവും കൂടുതൽ തെറി കേട്ടത് 2A ആണ്. അതിനിടയ്ക്ക് വേറൊരു സാധനം ഇറങ്ങി 2A പ്ലസ്, ആരും പറഞ്ഞു 2A പ്ലസിന്റെ കമ്മ്യൂണിറ്റി എഡിഷൻ ഇറങ്ങി. ഈ ഫോൺ 3 ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 3A ഇറക്കാൻ കാരണവും ഈ സെയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. ഈ ഫോൺ നല്ല കേട്ടോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നുമില്ല, നോക്കണ്ട. എടാ നാണം കേട്ട ആപ്പിൾ എന്തെങ്കിലും കാണിക്കും, അത് കണ്ടിട്ട് കുറെ ഉള്ളവന്മാരെല്ലാം. എന്നാ സാംസങ്ങിലും ഒന്ന് കാണിക്കാതിരുന്നിരുന്ന ബാക്കിയുള്ളവർ പോകത്തില്ല, സാംസങ്ങും അത് തന്നെ കാണിക്കും. ഒരു ഗ്ലാസ് എഫക്ട് പോലെ ഇത് അവരുടെ മറ്റേ ഇതല്ലേ പേറ്റന്റ് സാധനം. ഈ ഒരു ഗ്ലാസ് എഫക്ട് പോലെ കുറെ ഫിൽറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇതിലൊക്കെ അവര് മുറ്റ. അത് ഈ സാധനത്തിൽ ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അത് ഈ സാധനത്തിലില്ല. മലയാളം ടെക്കിന് ലോകിക്കാതൊന്നും ഇല്ല, എന്നിട്ട് മൾട്ടിമീഡിയ പഠിക്കുന്ന പേര് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നോക്കുമ്പോ ഒരു പീസ് ഓഫ് ആർട്ട് ആണ് സാധനം അല്ലേ? അവരുടെ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് ഇച്ചിരി കൂടിപ്പോയി. സോഫ്റ്റ്വെയറിന്റെ ബഗ് മാറ്റണം. ഫോൺ ഉപയോഗിക്കുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസരങ്ങൾ ഒഴിവാക്കണം, എങ്കിലേ ഉള്ളൂ ആസ് എ ഫോൺ അത് സർവൈവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വളരെ ചില ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫോണായി മാറും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് നത്തിങ് 3A പറ്റി പറയാനുള്ളത്. നല്ല നല്ല ഫോൺ എന്ന് പറഞ്ഞാൽ പിക്സലാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾ നത്തിങ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പറയാം കേട്ടോ. ഞങ്ങളിത് പ്യൂർലി പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇതിപ്പം ആൾക്കാർക്ക് വേരി ചെയ്ത് വരും. അപ്പൊ മറ്റൊരു ടെക്നോളജി വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ പോയി അടുത്ത വീട് പണിയുടെ വീഡിയോ കഴിയാൻ. ശരി എന്നാ. അങ്ങനെ നമ്മൾ CMS കോളേജ് എത്തിയിരിക്കുകയാണ് ഒരു പബ്ലിക് റിയാക്ഷൻ എടുക്കാൻ. അതെ, സ്വന്തമായിട്ട് അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല, നമ്മൾ പബ്ലിക്കിനോട് ചോദിക്കണം. അതെ, അപ്പോൾ നമുക്ക് പിള്ളേരോട് ചോദിക്കാം. പിള്ളേരൊന്നും ഇല്ലല്ലോ. ഏറ്റവും കൂടുതൽ ഫോൺ മാറി ഉപയോഗിക്കുന്ന ആരാ ഈ കൂട്ടത്തിൽ? ഇല്ല, അങ്ങനെ ഇല്ല അല്ലേ? ആണോ, വ്ളോഗറാണോ? ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതാണ് ഇതിന്റെ പ്രോ വേരിയന്റ്. ഇത് നത്തിങ് 3A യും നത്തിങ് 3A പ്രോയും.
നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട ഇത് രണ്ട്? ഓ എല്ലാവർക്കും അതാണോ? ഞങ്ങൾ ഇതാ നല്ലതെന്ന് പറയുന്ന ആൾക്കാരാ. ഇതെന്ന് പറയുമ്പോൾ എനിക്ക് വട്ടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, മനുഷ്യമുഖമാണ്. ദോശക്കല്ല് കൂട്ടിരിക്കും. സത്യം പറയുകയാണെങ്കിൽ ഇതാണ് കുറച്ചുകൂടി വൃത്തിയുള്ളത്, കാരണം അറേഞ്ച്മെന്റും ഇതാണ് വൃത്തിയുള്ളത്. ഞാനാണ് പറഞ്ഞേ പോടാ പട്ടി, എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ നേരമില്ല, എനിക്ക് വീട്ടിൽ പോകണം, അതെ, പിള്ളേരെല്ലാം ഓടുക. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം എന്ന് പറയും ഞാൻ. ആ